ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ സെൽഫ് ഇടയ്ക്ക് വർക്കാവാത്തൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ അത്രയാണ് പറഞ്ഞത്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി ചെയിൻ അടിയുണ്ട്. അപ്പോൾ നമ്മളത് ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്, പുതിയ ലൈനർ നടക്കണേ. ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ, സ്പോക്കറ്റ് വലിച്ച് തീർന്നിട്ടുണ്ട്. തന്നെയാണ് നല്ല ഈ ഇതിൻ്റെ ടീത്തൊക്കെ നല്ല രീതിയിൽ ഷാർപ്പനായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിത് കട്ട് ചെയ്ത് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കും. അഡ്ജസ്റ്റിംഗ് ആണ് ഈ പരമാവധിയും ആയിട്ടുമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇത് മാക്സിമം ഇത് നമുക്ക് ഓടിച്ചെത്തിക്കാൻ പറ്റിയില്ലാന്ന് തോന്നുന്നു. കാരണം സ്പോക്കറ്റ് നോക്കുമ്പോൾ വലിയ തെറ്റ് തോന്നണില്ല. പക്ഷേ നമ്മളിപ്പോൾ വലിച്ച് കട്ട് ചെയ്ത് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. മാറ്റണോ ഇനി അത് കട്ട് ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതിയോന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. പക്ഷേ കട്ട് ചെയ്തിടുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ സെൽഫ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനതൊന്നുകൂടി കൺഫേം ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വയറിങ്ങിന് കംപ്ലയിൻ്റ് ഉള്ളതാണ്. അപ്പോൾ അത് വയറിങ്ങിൻ്റെ അല്ല, സ്വിച്ചിൻ്റെ ആണെങ്കിൽ നമുക്ക് ആ സ്വിച്ച് മാറ്റി നമുക്ക് റെഡിയാക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കൊക്കെ ഓൾറെഡി ലീക്ക് ഉള്ളതാണ്, പൈപ്പ് കംപ്ലയിൻ്റ് ഉള്ളതാണ്. അത് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് 1-2 സർവീസിൽ നമ്മൾ കണ്ടേക്കണതാണ് അത് കേട്ടോ. മാക്സിമം ഉപയോഗിക്കുക. അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫോർക്ക് പൈപ്പ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ അഴിച്ചിട്ട് അതിനെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ടയർ നിസ്സാരം കൂടി ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം, ഇടയ്ക്ക് മാർട്ടിനേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉണ്ട്, കുറേ കൂടി ഉപയോഗിക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ട് 4 ആമ്പിയറാണ് ബാറ്ററി കപ്പാസിറ്റി. ഞാൻ എൻ്റെ വോൾട്ട് നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്, 13.2. ലോഡ് ചെയ്യുമ്പോഴും 9.6 ഇഞ്ച്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.